ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മിഥുനെ വസുന്ധര ഹോസ്പിറ്റലിലേക്ക് വിളിച്ചു വരുത്തുകയാണ്. എന്നിട്ട് വസുന്ധര ചോദിക്കുന്നുണ്ട് ഫോണിലൂടെ മിഥുനോട്, നീയാണോ എൻ്റെ ഗൗതം മോനെ അപകടത്തിലാക്കിയത് എന്ന് ചോദിക്കുമ്പോൾ, അല്ല മേഡം, ഞാൻ മനസ്സിൽ പോലും ചിന്തിക്കാത്ത കാര്യമാണ് മേഡം പറയുന്നത് എന്നൊക്കെ പറഞ്ഞ് നുണ പറഞ്ഞുകൊണ്ട് തന്നെ മിഥുൻ അങ്ങ് രക്ഷപ്പെടുകയാണ് കേട്ടോ. എന്നിട്ട് വസുന്ധരയെ അങ്ങ് പൊട്ടിയാക്കുക തന്നെയാണ് ചെയ്യുന്നത്. അങ്ങനെ വസുന്ധര, നീ എന്തായാലും ഹോസ്പിറ്റലിലേക്ക് വായോ, എന്നിട്ട് ഇവിടെയുള്ളവരുടെ മുന്നിൽ നിൻ്റെ നാടകം അങ്ങ് അഭിനയിക്കും, എന്നിട്ട് നിധിയെയും ഗൗതമിനെയും വേർപിരിക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെ മിഥുനെ ഹോസ്പിറ്റലിലേക്ക് വസുന്ധര വിളിച്ചു വരുത്താണ്. ഹോസ്പിറ്റലിൽ വന്ന മിഥുൻ അങ്ങ് അഭിനയിക്കുകയാണ് കേട്ടോ. ഗോപിനാഥിന്റെ മുന്നിലും പാറുവിന്റെ മുന്നിലും പ്രണവിന്റെ ഒക്കെ മുന്നിൽ അങ്ങ് അഭിനയിക്കുകയാണ്. ഗൗതം സാറിനെ എനിക്ക് ഇപ്പോൾ തന്നെ കാണണം, ഗൗതം സാറിന് നല്ല ഒരു മനസ്സിന്റെ ഉടമയാണ്, അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു അപകടം വന്നത് എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞുകൊണ്ട് തന്നെ അങ്ങ് പറയാൻ കേട്ടോ. മിഥുൻ അതെല്ലാം തന്നെ ഒരു നാടകം തന്നെയായിരിക്കും. അങ്ങനെ മിഥുൻ്റെ അഭിനയത്തിൽ ഗോപിനാഥും പാറും ഒക്കെ അങ്ങ് മനസ്സലിയാണ്. അങ്ങനെ ഐസിയുവിനകത്തേക്ക് മിഥുനെ കാണാൻ വേണ്ടിയിട്ട് അങ്ങ് സമ്മതിക്കുകയാണ്. അങ്ങനെ മിഥുൻ അങ്ങ് ഐസിയുവിൻ്റെ അകത്തേക്ക് കയറിപ്പോയി ഗൗതമിൻ്റെ അടുത്തേക്ക് അങ്ങ് ചെല്ലുകയാണ് കേട്ടോ. അങ്ങനെ ഗൗതം അവിടെ ഉറങ്ങുന്നത് കാണാൻ, ആ സമയത്ത് അവിടെ ആരെയും കാണുന്നില്ല എന്ന് കാണുമ്പോൾ മിഥുൻ ഗൗതമിനെ ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അങ്ങനെ ഗൗതമിൻ്റെ മുഖത്ത് വെച്ചിരിക്കുന്ന ഓക്സിജൻ മാസ്ക് അങ്ങ് എടുത്ത് മാറ്റുകയാണ് കേട്ടോ. എന്നിട്ട് പൊട്ടിച്ചിരിച്ചുകൊണ്ട് തന്നെ ഇങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. ഓക്സിജൻ ശ്വാസമെടുക്കാൻ ഗൗതം ബുദ്ധിമുട്ടുന്നതെല്ലാം തന്നെ ഇങ്ങനെ ആസ്വദിച്ച് നിൽക്കാൻ കേട്ടോ ഗൗതം. അപ്പോഴാവും അവിടേക്ക് നിധിയും സിസ്റ്ററും കൂടി ഐസിയുവിനകത്തേക്ക് അങ്ങ് വരികയാണ് കേട്ടോ. ആ സമയത്ത് ഗൗതം ഇങ്ങനെ ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ടുന്നത് ഇങ്ങനെ കാണുകയാണ് നിധി. അപ്പോൾ എടുത്ത് തന്നെ മിഥുൻ നിൽക്കുന്നത് കൂടി കാണാൻ കേട്ടോ. അപ്പോൾ മിഥുനാണ് ഇത് ചെയ്തത് എന്ന് നിധിക്ക് മനസ്സിലായതോടുകൂടി ദേഷ്യത്തോടു കൂടി നിധി മിഥുൻ്റെ അടുത്തേക്ക് അങ്ങ് വരികയാണ് കേട്ടോ. എന്നിട്ട് നിധി മിഥുൻ്റെ കരണം നോക്കി ഒന്നങ്ങ് പൊട്ടിക്കാൻ, നീ എന്താടാ ഈ ചെയ്തത്? ഗൗതം സാറിൻ്റെ മുഖത്ത് വെച്ചിരിക്കുന്ന ഓക്സിജൻ മാസ്ക് നീ എന്തിനാടാ എടുത്തു മാറ്റിയത്? നിന്നോട് ആരാടാ ഇതിനകത്തേക്ക് കയറാൻ വേണ്ടി പറഞ്ഞത്? ഇറങ്ങിപ്പോടാ ഇവിടെ നിന്നും എന്നും പറഞ്ഞ് നിധി അങ്ങ് ചൂടായിട്ട് തന്നെ മിഥുനോട് സംസാരിക്കുകയാണ്. അങ്ങനെ നിധിയും മിഥുനും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കരമായിട്ട് സംസാരം വേണ്ടോ. അങ്ങനെ മിഥുനെ പിടിച്ചൊരു തള്ളങ്ങ് വെച്ച് കൊടുക്കാൻ കേട്ടോ. അങ്ങനെ മിഥുൻ വീഴാൻ പോകുന്നുണ്ട്. അങ്ങനെ സിസ്റ്ററുടെ അടുത്തേക്ക് അങ്ങ് മിഥുൻ ചെല്ലുകയാണ്. അപ്പോഴത്തേക്കും മിഥുൻ്റെ സ്വഭാവം അങ്ങ് മാറാണ് കേട്ടോ. നീ എന്താടി എന്നെക്കുറിച്ച് കരുതിയത്? നീ ഗൗതമിൻ്റെ കൂടെ സുഖമായി ജീവിക്കാമെന്ന് നീ കരുതിയോ? നിൻ്റെ കുറിച്ചുള്ള എല്ലാ സത്യവും ഞാൻ ഇവിടെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് പറയും. ആദ്യം നിൻ്റെ കഴുത്തിൽ താലി കെട്ടിയത് ഞാനാണെന്നും നീയും ഞാനും എല്ലാ അർത്ഥത്തിലും ഒന്നായതാണെന്നുള്ളതൊക്കെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഞാൻ അങ്ങ് പറയും എന്നൊക്കെ അങ്ങ് പറയട്ടോ. അങ്ങനെ അത് കേൾക്കുമ്പോൾ നിധി തന്നെ ആകെ അങ്ങ് ഞെട്ടിപ്പോയി. നീ എന്തെല്ലാം നുണയാണ് ഈ പറയുന്നത് മിഥുൻ? നീ എന്താ ഇങ്ങനെ? നിന്നെ ഞാൻ ഇതുവരെയും സഹായിച്ചിട്ടല്ലേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് മിഥുനോട് അങ്ങ് സംസാരിക്കുകയാണ് കേട്ടോ നിധി. അപ്പോഴത്തേക്കും ഗൗതം അങ്ങ് ഉണർന്ന ശേഷം ഗൗതം പറയുകയാണ്, നീ അവനുമായിട്ട് വെറുതെ വഴക്കുണ്ടാക്കാൻ നിൽക്കണ്ട. അവൻ പറയുന്ന എല്ലാ കാര്യവും ഞാൻ വിശ്വസിക്കാത്തത് പോലെ ആവില്ല. വീട്ടിലുള്ളവർ എല്ലാവരും വിശ്വസിക്കും, പ്രത്യേകിച്ചും വസുന്ധര അമ്മ വിശ്വസിക്കും. അതുകൊണ്ട് നിധി, നീ പുറത്തേക്ക് പോവണ്ട, അവൻ എന്താന്ന് വെച്ച് ചെയ്തോട്ടെ എന്നും പറഞ്ഞ് ഗൗതം നിധിയെ തടയാൻ വേണ്ടി നോക്കുക കേട്ടോ. അപ്പം നിധി പറയുന്നുണ്ട്, ഇല്ല ഗൗതം സാർ, മിഥുൻ പറയുന്നത് എല്ലാം തന്നെ നുണയാണെന്നുള്ളത് ഞാൻ അവരോട് പറഞ്ഞു കൊടുത്തോളാം എന്ന് പറയട്ടോ. അപ്പോൾ ഗൗതം അവർ നീ പറഞ്ഞാലൊന്നും വിശ്വസിക്കില്ല എന്നൊക്കെ അങ്ങനെ ഗൗതം ബുദ്ധിമുട്ടിയിട്ടാണ് കേട്ടോ നിധിയോട് പറയുന്നത്. ഗൗതമിൻ്റെ തലയ്ക്ക് കെട്ടൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഗൗതമിനെ സംസാരിക്കാനൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട് കേട്ടോ. അങ്ങനെ നിധിക്ക് വേണ്ടിയിട്ട് ഗൗതം ഐസിനകത്ത് നിന്ന് ഇറങ്ങിയിട്ട് ഇവരോട് സംസാരിക്കാൻ വേണ്ടി ഇറങ്ങാൻ നിൽക്കാം കേട്ടോ. അപ്പോൾ നിധി സമ്മതിക്കുന്നില്ല. എന്ത് വിഡ്ഢിത്തരമാണ് സാറ് കാണിക്കുന്നത്? ഓപ്പറേഷൻ കഴിഞ്ഞ ആളാണ്, അതുകൊണ്ട് ഗൗതം സാർ ഇവിടെ സമാധാനത്തോടു കൂടി കിടക്ക്, എനിക്കിവിടെ ഒരു പ്രശ്നവും വരില്ല. എനിക്കറിയാം മിഥുനെ എങ്ങനെ നിലക്ക് നിർത്തണം എന്നുള്ളതും അവൻ പറയുന്നതെല്ലാം തന്നെ നുണയാണെന്നുള്ളതും. ഗൗതം സാറിന് വിശ്വാസം മാത്രം മതി എനിക്ക്. ഗൗതം സാർ അവൻ പറയുന്നതൊന്നും വിശ്വസിക്കാത്തിടത്തോളം എനിക്ക് ഒരു പേടിയുമില്ല മിഥുനെ, ഞാൻ അവനെ കൈകാര്യം ചെയ്തോളാം എന്നും പറഞ്ഞ് ഐസിനകത്ത് നിന്നും നിധി അങ്ങ് പുറത്തേക്ക് ഇറങ്ങാൻ കേട്ടോ. അങ്ങനെ നിധി പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് മിഥുനാണെങ്കിൽ അവരുടെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് നിധിയും മിഥുനും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചൊക്കെ പറയാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം തന്നെ വസുന്ധര ഒളിച്ചു നിന്നുകൊണ്ട് കാണുന്നുണ്ട് കേട്ടോ. ഇവൻ തകർക്കും, ഇവൻ എല്ലാവരുടെയും മുന്നിൽ എല്ലാ കാര്യവും തുറന്ന് പറയും, ഇല്ലാത്ത കാര്യവും പറഞ്ഞ് നിധിയെയും ഗൗതമിനെയും പിരിക്കും, അതെനിക്ക് ഉറപ്പുണ്ട് എന്നുള്ള ആത്മവിശ്വാസത്തോട് കൂടിയിട്ടാണ് കേട്ടോ വസുന്ധര ഒളിച്ചു നിന്ന് ഇതെല്ലാം കാണുന്നത്. ഐസിയുനകത്ത് കയറിയിട്ട് മിഥുൻ ഗൗതമിനെ ഉപദ്രവിക്കുന്ന സമയത്ത് നിധിയുടെ കയ്യിൽ നിന്നും കണക്കിന് മിഥുന് കിട്ടുന്നുണ്ട്. ആ സമയത്തൊക്കെ ഗൗതമിന് എണീക്കാൻ പോലും
ഒരിക്കലും ആവാതെ ബുദ്ധിമുട്ടുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഒന്നും വഴക്കുണ്ടാക്കേണ്ട നിധി, അവനൊരു ചതിയനാണെന്നുള്ളതും അവൻ എന്തും ചെയ്യാൻ മടിക്കാത്തവനാണെന്നും എൻ്റെ നിധിയെ അവൻ അപായപ്പെടുത്തുമോ എന്നുള്ള പേടിയൊക്കെ ഗൗതമിൻ്റെ മനസ്സിലുണ്ട്. അതുപോലെ നിധി വിചാരിക്കുന്നത് പോലെ മിഥുന് ഒരു അസുഖവുമില്ല. അതെല്ലാം തന്നെ അവൻ്റെ അഭിനയമാണ്, നിന്നെ തകർക്കാൻ വേണ്ടിയിട്ടുള്ള അഭിനയമാണ് എന്നൊക്കെ ഗൗതമിൻ്റെ മനസ്സിലുണ്ട് കേട്ടോ. ഗൗതമിനാണെങ്കിലോ അതൊന്നും നിധിയോട് അങ്ങനെ തുറന്നു പറയാനാവാതെ സംസാരിക്കാൻ കഴിയാതെയാണ് ഗൗതം മനസ്സിലൊക്കെ ചിന്തിച്ചു കൂട്ടുന്നത്. അങ്ങനെ നിധി പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് പാറുവിനോടും ഗോപിനാഥിനോടും പ്രണവിനോടൊക്കെ ഇങ്ങനെ മിഥുൻ ഇങ്ങനെ സംസാരിക്കാൻ കേട്ടോ. ഞാനും നിധിയും തമ്മിൽ ഒരു ഫ്രണ്ട്ഷിപ്പ് അല്ല, ഞാനാണ് നിധിയുടെ കഴുത്തിൽ ആദ്യം താലി കെട്ടിയത്, അതിനുള്ള തെളിവുകളെല്ലാം ഉണ്ട്, ഞാനും നിധിയും എല്ലാ അർത്ഥത്തിലും ഒന്നായവരാണ്, അതിനുള്ള തെളിവും എൻ്റെ കയ്യിലുണ്ട് എന്നൊക്കെ പറഞ്ഞിങ്ങനെ വെറുതെ നുണകളങ്ങ് പറഞ്ഞു കൂട്ടാൻ കേട്ടോ. അപ്പോൾ അത് കേൾക്കുന്ന സമയത്ത് പാറുവും പ്രണവും ഗോപിനാഥൊക്കെ അങ്ങനെ ആ അന്തം വിടുക കേട്ടോ. അപ്പോഴത്തേക്കും വസുന്ധര പിന്നെ അവിടേക്ക് അങ്ങ് വരികയാണ്. എന്നിട്ട് വസുന്ധര മിഥുൻ്റെ കൂടെ അങ്ങ് നിൽക്കുക കേട്ടോ. അത് ശരി, അപ്പം നീ ആരാണ് എന്നൊക്കെ ചോദിച്ചറിഞ്ഞ് വസുന്ധര ഒന്നും അറിയാത്ത ഭാവത്തിൽ മിഥുനോട് അങ്ങ് സംസാരിക്കുകയാണ്. നീ പറയുന്നതെല്ലാം സത്യമാണെന്നുള്ളത് ഞങ്ങൾ എങ്ങനെ വിശ്വസിക്കും, ഞങ്ങൾ ഇപ്പോൾ തന്നെ നിന്നെ പോലീസിനെ ഏൽപ്പിക്കുമെന്ന് പറയുമ്പോൾ, ആ മേഡം നിങ്ങൾ പോലീസിനെ വിളിച്ചോളൂ, പോലീസിനെ വിളിച്ചാൽ ആദ്യം എൻ്റെ ഭാഗത്ത് മാത്രമാണ് ന്യായമുള്ളത് എന്ന് പോലീസും ചിന്തിക്കും, കാരണം ആദ്യം നിധിയെ കല്യാണം കഴിച്ചത് ഞാനാണ്, അതിനുള്ള തെളിവുകളാണ് എൻ്റെ കയ്യിലുള്ളത് എന്നും പറഞ്ഞ് മാരേജ് സർട്ടിഫിക്കറ്റൊക്കെ അങ്ങ് കാണിച്ചു കൊടുക്കാൻ കേട്ടോ. അതെല്ലാം തന്നെ ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് ഉണ്ടാക്കിയ മാരേജ് സർട്ടിഫിക്കറ്റുകളാവും. പക്ഷേ ഒറ്റ നോട്ടത്തിൽ എല്ലാവരും അത് കാണുന്ന സമയത്ത് വിശ്വസിച്ച് പോവുകയാണ് കേട്ടോ. ഇതെന്താണ് ഇങ്ങനെ എന്നുള്ള ഭാവത്തിലാണ് കേട്ടോ. പാറുവൊക്കെ ആകെ പേടിക്കുകയാണ്. അപ്പോൾ നിധി പറയുകയാണ്, ഇവൻ പറയുന്നതെല്ലാം തന്നെ പച്ചക്കള്ളമാണ്, ഇവനും ഞാനും തമ്മിൽ അങ്ങനെ ഒരു ബന്ധവുമില്ല, ഇവനെ ഞാൻ ഒരു ഫ്രണ്ട് എന്ന നിലയിലാണ് കണ്ടിട്ടുള്ളൂ എന്നുള്ള കാര്യമൊക്കെ വിശദമായിട്ട് തന്നെ നിധി അവരുടെ മുന്നിൽ അങ്ങ് പറയുകയാണ്. അപ്പോൾ മിഥുൻ പറയുകയാണ്, ഇല്ല, നിധി പറയുന്നതെല്ലാം പച്ചക്കള്ളമാണ്, ഞാനും നിധിയും ഭാര്യയും ഭർത്താവുമായിട്ട് ജീവിച്ചവരാണ്, അതിനുള്ള തെളിവുകളാണ് എൻ്റെ കയ്യിലുള്ളത്. മിഥുനും നിധിയും കൂടി ഒരുമിച്ച് നിൽക്കുന്ന ഫോട്ടോസും കെട്ടിപ്പിടിച്ചു നിൽക്കുന്ന ഫോട്ടോസും എല്ലാം തന്നെ വ്യാജമായിട്ട് മിഥുൻ അതൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാവും കേട്ടോ. അതെല്ലാം തന്നെ പാറുവിൻ്റെയും ഗോപിനാഥിൻ്റെയും വസുന്ധരയുടെയും മുന്നിൽ അങ്ങ് കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ വസുന്ധരയാണെങ്കിൽ ഉള്ളോണ്ട് അങ്ങ് ചിരിക്കുന്നുണ്ട് കേട്ടോ. ഇവൻ നന്നായിട്ട് തന്നെ അഭിനയിച്ച് തകർക്കുന്നുണ്ട്, ഇവരെല്ലാവരും വിശ്വസിക്കുന്നുമുണ്ട്, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നിധിയെ ഈ വീട്ടിൽ നിന്ന് പടിയിറക്കുക തന്നെ ചെയ്യുകയുണ്ടാവുകയുള്ളൂ. ഗൗതമും നിധിയും വേർപിരിയും എന്നൊക്കെ ഇങ്ങനെ വസുന്ധര മനസ്സിലിങ്ങനെ കരുതിയിട്ടുണ്ടാവും കേട്ടോ. പക്ഷേ ഇതൊന്നും കാണിച്ചാലും ഗോപിനാഥും പാറും അതൊന്നും വിശ്വസിക്കില്ല, നിധിയുടെ ഭാഗത്താണ് ശരി എന്നുള്ളതിലാവട്ടോ അവർ നിൽക്കുന്നുണ്ടാവുക. അങ്ങനെ മിഥുൻ അവസാനം പിന്നെ വേറൊരു അടവങ്ങ് എടുക്കുകയാണ്. അന്ന് നിധി എന്നെ കാണാൻ വേണ്ടി വന്നത് നിങ്ങളോട് ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ, നിങ്ങളോടൊക്കെ അവൾ പറഞ്ഞത് രക്തം കൊടുക്കാനാണെന്നല്ലേ, അത് പച്ചക്കള്ളമായിരുന്നു, അന്ന് എന്നെ കാണാനാണ് അവൾ വന്നത്, ഞാൻ പറഞ്ഞത് സത്യമല്ലേ എന്നുള്ളത് ഈ നിൽക്കുന്ന നിധിയോടൊന്ന് ചോദിച്ചു നോക്ക് എന്ന് പറയട്ടോ. അപ്പോൾ പാറു ആകെ ഞെട്ടിപ്പോവാൻ കേട്ടോ. എന്ത്, എന്നോട് അന്ന് നീ പറഞ്ഞത് രക്തം കൊടുക്കാൻ ഫോൺ വന്നു എന്നല്ലേ? അതെ അമ്മേ, അത് ശരി തന്നെയാണ്, പക്ഷേ ഞാൻ പോകുന്ന സമയത്ത് വഴിയിൽ എന്നെ തടഞ്ഞു നിർത്തി ഇവൻ സംസാരിക്കുകയാണ് ചെയ്തത്, പക്ഷേ ഇവനോട് ഞാൻ സംസാരിക്കുമ്പോഴൊക്കെ അവൻ എന്നോട് ഒരു ഫ്രണ്ടിനെ പോലെയാണ് പെരുമാറിയത് എന്നുള്ള കാര്യമൊക്കെയാണ് കേട്ടോ നിധി പാറുവിനോട് അങ്ങ് പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ ഞാൻ ഹോസ്പിറ്റലിലേക്ക് ചെന്ന സമയത്ത് എനിക്ക് അങ്ങനെ അവിടെ നിന്നും ആരും തന്നെ വിളിച്ചിട്ടില്ല എന്നുള്ളതും അത് വ്യാജമായിട്ട് വന്ന കോളാണെന്നുള്ളത് അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, അതെല്ലാം തന്നെ ഇവൻ്റെ ബുദ്ധിയായിരുന്നു എന്ന് കൂടി പറയട്ടോ. അപ്പം ഇതും പറയണേ, ഇല്ല, ഇവൾ രക്ഷപ്പെടാൻ വേണ്ടി കളവ് പറയുകയാണ്, ഞാൻ പറഞ്ഞതാണ് സത്യം എന്നങ്ങ് പറയുമ്പോൾ വസുന്ധര പറയുകയാണ്, എങ്കിൽ ആ നമ്പറിലേക്കൊന്ന് തിരിച്ചു വിളിച്ചു നോക്ക്, അപ്പോഴറിയാമല്ലോ അത് ആര് വിളിച്ചതാണെന്നുള്ളത് എന്നും പറഞ്ഞിട്ട് ആ ഫോൺ നമ്പറിലേക്ക് വിളിക്കാൻ വേണ്ടി പറയട്ടോ. പക്ഷേ ആ സിമ്മെല്ലാം തന്നെ ശിവാനിയും രേണുകയും കൂടി മിഥുൻ്റെ കയ്യിൽ അങ്ങ് കൊടുത്തിട്ടുണ്ടാവും കേട്ടോ. എന്നിട്ട് മിഥുനാണ് വിളിച്ചത് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ നിധിയെ മിഥുൻ അങ്ങ് ഇല്ലാതാക്കാൻ തന്നെ അങ്ങ് ശ്രമിക്കാൻ കേട്ടോ. പക്ഷേ പാറുവും ഗോപിനാഥും ഒന്നും തന്നെ മിഥുൻ പറയുന്ന വാക്കുകളൊന്നും വിശ്വസിക്കില്ല, നിധിയുടെ ഭാഗത്ത് തന്നെയാണ് ശരി എന്നുള്ളതും നിധി അത്തരക്കാരിയായിട്ടുള്ള ഒരു പെൺകുട്ടിയല്ല എന്നൊക്കെ അവരങ്ങ് വിശ്വസിക്കും കേട്ടോ. അങ്ങനെ വസുന്ധര ഒരുപാട് അങ്ങ് ശ്രമിക്കുന്നുണ്ട് നിധിയെ കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ട്, പക്ഷേ പാറുവും ഗോപിനാഥ് അതൊന്നും തന്നെ വിശ്വസിക്കാൻ കൂട്ടാക്കില്ല. അങ്ങനെ വസുന്ധരയാണെങ്കിലോ മിഥുനെ വെച്ച് നിധിയെയും ഗൗതമിനെയും വേർപിരിക്കാം എന്നുള്ള ആ ഒരു ചിന്തയും വസുന്ധരയുടെ പൊളിഞ്ഞു വീഴാൻ പോവുകയാണ്. പക്ഷെ മിഥുൻ എന്ന് പറഞ്ഞാൽ ഒരു സൈക്കോ പേഷ്യൻ്റ് ആയതുകൊണ്ട് തന്നെ നിധിയെ ഉപദ്രവിക്കാനുള്ള ശ്രമങ്ങൾ ഇനിയും തുടർന്നു കൊണ്ടേയിരിക്കും കേട്ടോ. അങ്ങനെയുള്ളൊരു എപ്പിസോഡാണ് വരാനിരിക്കുന്നത്.